വെട്ടിയെടുക്കുക. 3.5 ഇഞ്ചും ഇവിടെ നമ്മൾ ബാക്ക് വെട്ടിയെടുത്തു. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ ബാക്ക് പാർട്ട്, നമ്മുടെ ഇതിൻ്റെ ഡ്രസ്സിൻ്റെ ബാക്ക് പാർട്ട് നമ്മൾ മാറ്റി വയ്ക്കും. എന്നിട്ട് ഫ്രണ്ട് പാർട്ടിലെ നെക്കും ആം ഹോളും ഒന്നുകൂടി വെട്ടിക്കൊടുക്കും. നെക്ക് നമുക്ക് എത്രയാണോ വേണ്ടത് ആ അളവിൽ, ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും നമുക്ക് എത്രയാണോ വേണ്ടത് ആ അളവിൽ എടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ മനസ്സിലാവാൻ വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചു തന്നുള്ളൂ. ഇവിടെ ആം ഹോളും നമ്മൾ ഇതേപോലെ 1/4 ഇഞ്ച് കുഴിച്ച് വെട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഒട്ടും ചുളിവുകളില്ലാതെ തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. ഇനി നമ്മൾ ഈ നെക്ക് നമ്മൾ ഫേസിങ് അല്ലെങ്കിൽ പൈപ്പിംഗ് ഒക്കെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യൽ. അത് ഞാൻ മുമ്പത്തെ വീഡിയോസിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഫ്രോക്കിൻ്റെ വീഡിയോസിൽ നെക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെന്നുള്ളത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ ക്രോസ് പീസ് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കണത്, സാധാരണഗതിയിൽ ക്രോസ് പീസ് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കണതെന്നാണ് ഞാനിനി കാണിക്കാൻ പോകുന്നത്. ക്രോസ് പീസ് വെച്ചിട്ടാണ് യു നെക്ക് ചെയ്യാറുള്ളത്. ഞാൻ ഈ ക്രോസ് പീസ് എന്ന് പറയുമ്പോൾ വെറുതെ ക്രോസായി മാർക്ക് ചെയ്ത് വെട്ടിയിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് ഇതേപോലെ വെട്ടിയിട്ട് നമുക്കൊരു കാര്യമില്ല. അപ്പോൾ നമുക്ക് പെർഫെക്റ്റായിട്ട് നെക്ക് കിട്ടില്ല. ആ നെക്ക് പെർഫെക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റായിട്ടുള്ള ക്രോസ് തന്നെ വേണം, ക്രോസ് പീസ് തന്നെ വേണം. അതിനിതാ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ തുണി മടക്കിയിട്ടിട്ട് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കണമെങ്കിൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ചെയ്തതുകൊണ്ട് അയൺ ചെയ്തിട്ടില്ല. നല്ലോണം ഇതാക്കിയിട്ട് നല്ലോണം മടക്കി കൊടുത്തപ്പോൾ അവിടെ അതിൻ്റെ ഇത് വന്നിട്ടുണ്ട് അടയാളം. അപ്പോൾ ഞാൻ അതിലൂടെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ക്രോസ് പീസിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 1 ഇഞ്ചോ 1.5 ഇഞ്ചോ ആണ് കേട്ടോ. അതിൽ കൂടണ്ട. ഈ ക്രോസ് പീസ് നമുക്ക് പൈപ്പിങ്ങിനും ഇതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇതേപോലെ പൈപ്പിങ് ചെയ്യണ വീഡിയോസും എല്ലാം ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ക്രോസ് പീസാണ് വെട്ടിയെടുക്കുന്നത്. ഇതേപോലെ സ്കെയിലുണ്ടെങ്കിൽ, വലിയ സ്കെയിലൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് വരയ്ക്കാം കേട്ടോ. ഞാനിപ്പോൾ ടേപ്പിലാണ് മാർക്ക് ചെയ്യണത്. ഒരു സ്കെയിൽ വീതി തന്നെ മതി നമുക്ക് ക്രോസ് പീസിനും.
അത്ര തന്നെ മതിയാവും. ഇനി നമ്മൾ ഒരെണ്ണം വെട്ടി പിന്നെ ഒരെണ്ണം വെട്ടി അങ്ങനെ വെട്ടിയെടുക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഈ ഒരു പീസ് വെട്ടിയെടുത്തിട്ട് നമ്മൾ ഇനി ഇതിൻ്റെ മുകളിൽ വെച്ച് വെട്ടിയെടുത്താൽ മതി. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ക്രോസ് പീസുകൾ ആവശ്യത്തിന് വെട്ടിയെടുക്കാൻ സാധിക്കും. ഈ ക്രോസ് പീസ് വെച്ച് നെക്ക് സ്റ്റിച്ച് ചെയ്യണ വിധം ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫ്രോക്കിൻ്റെ ചെറിയ കുട്ടികളുടെ ഫ്രോക്കിൻ്റെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് നന്നായി മനസ്സിലാവാൻ വേണ്ടിയിട്ട് കട്ടിങ് മാത്രം ഇടുന്നുള്ളൂ കേട്ടോ. തുടക്കക്കാർക്ക് തയ്യൽ പഠിക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. പെട്ടെന്ന് തന്നെ നമുക്ക് ചുരിദാറോ ഫ്രോക്കോ ഒക്കെ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ഈ ഒരു അളവ് നമ്മുടെ മെഷർമെൻറ്റ്സ് വ്യത്യാസപ്പെട്ടാലും ഇതേപോലെ തന്നെ ചെയ്തെടുത്താൽ മതിയാവും. ഇനി ക്രോസ് പീസ് യോജിപ്പിക്കേണ്ടത് എങ്ങനെ അറ്റാച്ച് ചെയ്യേണ്ടതെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. രണ്ടും ജോയിൻ ചെയ്യണത്. അതിനുശേഷം നമ്മൾ ഈ നെക്കിൽ വെച്ചിട്ട് തയ്ച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് പിന്നെ അത് പരത്തിയടിച്ച് ഉള്ളിലേക്ക് മടക്കി അടിച്ച് വെക്കുകയാണ് ചെയ്യാറ്. ഇനി നമ്മൾ സ്ലീവ് എങ്ങനെ പെർഫെക്റ്റായിട്ട് കട്ട് ചെയ്യാൻ നോക്കാം. ഇതിപ്പോൾ ഞാനൊരു വേസ്റ്റ് പീസ് എടുത്തിട്ട് അതിൽ കാണിച്ചു തരുന്നതാണ്. നേരത്തെ കട്ട് ചെയ്ത് വെച്ചതിന് വേണ്ടിയിട്ടുള്ളതല്ല. നമ്മൾ സ്ലീവ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെന്ന് കാണാം. അതിനായിട്ട് നമ്മൾ സ്ലീവിൻ്റെ വിഡ്ത്ത് എടുക്കുമ്പോൾ നമ്മൾ വെട്ടി വെച്ച സ്ലീവിൻ്റെ ആംഹോൾ ഒന്ന് അളന്ന് നോക്കുക. ഇതിനുള്ളതല്ല, ഇതിൻ്റെത് കുറച്ച് വലിയ അളവാണ്. ഞാനിപ്പോൾ ചെറിയൊരു തുണിയിലാണ് കാണിച്ചു തരുന്നത്. ഇപ്പം ഞാനിവിടെ 7.5 ഇഞ്ചാണ് എടുക്കുന്നത് വിഡ്ത്ത്. അതിനുശേഷം ആ 7.5 ഇഞ്ചിൽ നിന്ന് താഴേക്ക് കുറച്ച് ഒരു 2 ഇഞ്ചോ 2.5 ഇഞ്ചൊക്കെ അടിയിലേക്ക് മാർക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ ആ മാർക്കിലേക്ക് ഒരു ലൈൻ വെച്ച് കൊടുക്കാം. ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് പെർഫെക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒന്ന് പറഞ്ഞു തരുന്നത്. നല്ല പ്രാക്ടീസ് ഉള്ളവർക്കൊന്നും ഇതിൻ്റെ ആവശ്യം വരില്ല. തുടക്കക്കാർക്ക് ഇത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. ഇനി ഈ കോർണറിൽ നിന്ന് ആ മാർക്കിലേക്ക് മെഷർ ചെയ്തിട്ട് ആ മാർക്കിൻ്റെ സെൻറ്റർ പോർഷൻ എടുക്കുക, അതായത് പകുതി എടുക്കുക. അപ്പോൾ 8 ഇഞ്ചാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാനൊരു 4 ഇഞ്ച് അതിലെടുത്തു. ഇനി ഈ 4 ഇഞ്ച് 2 ഭാഗത്തും 4 ഇഞ്ച് ഉണ്ട്, അതിൻ്റെ പകുതി എടുക്കുക. 2 ഭാഗത്തും പകുതി വീതം എടുക്കുക. എന്നിട്ട് ഈ വരച്ചതിൽ നിന്ന് ആദ്യത്തെ 2 ഇഞ്ചിൽ 1/2 ഇഞ്ചും പിന്നത്തെ ആ 2 ഇഞ്ച് കഴിഞ്ഞിട്ടുള്ള 2 ഇഞ്ചിൽ 1/2 ഇഞ്ചും പിന്നെ ഉള്ള 2 ഇഞ്ചിൽ അടിയിലേക്ക് 1/4 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ആ മാർക്കിലൂടെ നമ്മൾ വരച്ചു കൊടുക്കുക. ഫസ്റ്റ് ഫ്രണ്ട് കൈയിൻ്റെ മാർക്ക് ചെയ്യാണ്. അത് ആ 2.5 ഇഞ്ചിൽ കൂടെ വന്നിട്ട് അവിടെ കൊണ്ട് ജോയിൻ ചെയ്യണത്. ആ 1/4 ഇഞ്ചിൽ ജോയിൻ ചെയ്യണത്. സെക്കൻഡ് രണ്ടാമത്തെ പകുതിയിൽ കൂടെ അടിയിലേക്ക് 1/4 ഇഞ്ചിലേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. അടിയിലേക്കാണ് 1/4 ഇഞ്ച് വരച്ചേക്കണത്. ആ 1/4 ഇഞ്ചിലേക്ക് എടുത്തു കൊടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കൈക്കുഴികൾ വരയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് വരയ്ക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ കൈക്കുഴി മാർക്ക് ചെയ്ത് വെട്ടാനായിട്ട് സഹായിക്കും. ഇനി നമ്മൾ ലെങ്ത്തും ഒക്കെ എടുത്തിട്ട് ആ മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് വരയ്ക്കുക. അതിനുശേഷം നമ്മൾ ഫ്രണ്ട് ഭാഗം കൈയിൻ്റെ ഫ്രണ്ട് ഭാഗം വെട്ടിയെടുക്കുക കേട്ടോ. ഫ്രണ്ട് ഭാഗമല്ല, ബാക്ക് പാർട്ടാണ് ഇപ്പം നമ്മൾ വെട്ടണത്. കൈയിൻ്റെ ഒരു ഭാഗം കുഴിച്ചും ഒരു ഭാഗം കുഴിക്കാതെയാണ് നമ്മൾ വെട്ടണത്. അപ്പോൾ ഇതിൻ്റെ മുകളിലൂടെ ആദ്യം വെട്ടിക്കൊടുക്കുക. അത് ഈ കൈയിൻ്റെ ബാക്കിലേക്ക് വരണ ഭാഗമായിരിക്കും. നമ്മൾ ബോഡി പാർട്ടിൽ ഫ്രണ്ട് ഭാഗം കുഴിച്ച് കൊടുത്തിട്ടുണ്ടല്ലോ, ആ കുഴിച്ച് കൊടുത്ത ഭാഗത്ത് ഈ സ്ലീവിൻ്റെയും ഫ്രണ്ട് ഭാഗം നമ്മളൊന്ന് കുഴിച്ച് വെട്ടേണ്ടതുണ്ട്. അതിനു വേണ്ടി എളുപ്പവഴിയാണ് ഞാൻ പറഞ്ഞു തന്നത്.
സെൻറ്റർ നമ്മൾ സ്ലീവിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ചിങ്ങിൻ്റെ എളുപ്പത്തിനായിട്ടാണ് അങ്ങനെ മാർക്ക് ചെയ്യണത്. നമ്മളത് രണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെ ഒന്ന് ചെറുതായിട്ട് കുഴിച്ച് വെട്ടി കൊടുക്കുക. ആ 1/4 ഇഞ്ച് കൂടെ നമ്മൾ വരച്ചതൊന്ന് ചെറുതായിട്ട് കുഴിച്ച് വെട്ടി കൊടുക്കുക. അപ്പോൾ ഈ നെക്കും ഷോൾഡറും ആം ഹോളും ഒക്കെ പെർഫെക്റ്റായിട്ട് എങ്ങനെയാണ് മെഷർ ചെയ്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കണതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.